ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഹോട്ട് ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പഠിച്ചു വെക്കേണ്ട സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായിട്ടുള്ള എഴുത്തുകാർ, അവരുടെ കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലാസ്സിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. സ്കിപ്പ് ചെയ്യാതെ ക്ലാസ്സിൻ്റെ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം, പിന്നെ പത്മപ്രഭ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, പിന്നെ അങ്ങനെയുള്ള തകഴി പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ അത് നേടിയിട്ടുള്ള ആളുകൾ ഏതൊക്കെ കൃതികൾക്കാണ് നേടിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം. നമുക്കറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം എന്നാൽ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ? സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത് ജേതാവാണ് തകഴി ശിവശങ്കരപ്പിള്ള. മൂന്നാമത് ജേതാവാണ് ബാലാമണി അമ്മ. മൂന്നാമത് ജേതാവ് അല്ലെങ്കിൽ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര വനിതാ ജേതാവ് എന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയാണ് ഉത്തരം. 2017 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. അതുപോലെ 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാര സമ്മാന തുക എന്നുള്ളത്. ഇനി നമുക്ക് റീസെൻ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്, അങ്ങനെ ബാക്കിലേക്ക് 2-3 വർഷത്തെ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. പറ്റുന്ന കാര്യങ്ങളൊക്കെ കോഡിലൂടെ തന്നെ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ കാലം നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2024 നൽകിയത്. അത് NS മാധവനാണ് ലഭിച്ചത്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. 22 സേതു, 21 P വത്സല അല്ലെ? 2023 നവംബർ 21 അന്തരിച്ച P വത്സല 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. 2020 സക്കറിയ. അപ്പോൾ ഈ 5 പേരുടെ കാര്യങ്ങൾ നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വയ്ക്കാം. കോഡ് ഇങ്ങനെയാണ്: അച്ഛൻ മാധവനും വസന്തയും സേതുവിന് വാത്സല്യത്തോടെ കറി വിളമ്പി എന്ന് ഓർത്ത് വയ്ക്കുക. ഇതേ കോഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഷോർട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. നമ്മുടെ ഷോർട്സിൽ പോയി നോക്കിയാൽ കാണാം. അപ്പോൾ കോഡ് ഇങ്ങനെയാണ്: അച്ഛൻ മാധവനും വസന്തയും സേതുവിന് വാത്സല്യത്തോടെ കറി വിളമ്പി. അപ്പോൾ അച്ഛൻ എന്നത് എഴുത്തച്ഛനുമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ മാധവൻ എന്ന് പറയുമ്പോൾ NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. മാധവനും വസന്തയും, വസന്ത എന്ന് ഉദ്ദേശിക്കുന്നത് SK വസന്തനെയാണ്. അതുപോലെ 2022 സേതു, 2021 P വത്സല, 2021 സക്കറിയ. കറി വിളമ്പി എന്ന് പറയുമ്പോൾ സക്കറിയുമായിട്ട് കണക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ 2011 നമ്മുടെ MT വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വള്ളത്തോൾ പുരസ്കാരം നോക്കാം. വള്ളത്തോൾ പുരസ്കാരം 2019 ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചത്. 2019 ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. പോൾ സക്കറിയ. 2018 M മുകുന്ദൻ, 2017 പ്രഭാവർമ്മ. നമ്മൾ പറഞ്ഞു പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് വള്ളത്തോൾ പുരസ്കാരവും നൽകുന്നത്. 1991 മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരം. 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരം.
പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവാണ് പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായർ. അതുപോലെ രണ്ടാമത് ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. നമ്മൾ പറഞ്ഞു എഴുത്തച്ഛൻ പുരസ്കാര പ്രഥമ ജേതാവായ ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് വള്ളത്തോൾ പുരസ്കാരം രണ്ടാമതായി ലഭിച്ച വ്യക്തി. ക്ലിയർ ആയല്ലോ? വള്ളത്തോൾ പുരസ്കാരം 2019 ഏറ്റവും അവസാനമായിട്ട് നൽകിയത്. അത് പോൾ സക്രിയയ്ക്കാണ്. പോൾ സക്രിയ, എം മുകുന്ദൻ, പ്രഭാവർമ്മ 2019, 18, 17. അതുപോലെ MT വാസുദേവൻ നായർക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടല്ലോ. വർഷം ഏതാണ്? 2005. ഓർത്ത് വയ്ക്കുക, 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്ക്. അതുപോലെ MT വാസുദേവൻ നായർക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് 2005. അടുത്തത് വയലാർ പുരസ്കാരം. വയലാർ പുരസ്കാരം നമുക്ക് നോക്കാം. ഈ വയലാർ രാമവർമ്മയുടെ ചരമദിനം ഒക്ടോബർ 27. ഈ ഒക്ടോബർ 27 വയലാർ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. 1977 മുതലാണ് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ വയലാർ പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം 1977 മുതലാണ് നൽകി തുടങ്ങിയതെന്ന് പറഞ്ഞു. പ്രഥമ ജേതാവ് നമ്മുടെ ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് വയലാർ പുരസ്കാരം നൽകിയത്. അതുപോലെ രണ്ടാമൂഴം എന്ന MT വാസുദേവൻ നായരുടെ കൃതിക്ക് 1985 വയലാർ പുരസ്കാരം ലഭിച്ചു. നമ്മൾ സാഹിത്യത്തിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെ രണ്ടാമൂഴത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു ഭീമൻ, അല്ലേ? ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് MT വാസുദേവൻ നായരുടെ കൃതിയാണ്, നോവലാണ് രണ്ടാമൂഴം എന്നുള്ളത്. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് PK ബാലകൃഷ്ണൻ എഴുതിയ കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളത്. ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കണം, വയലാർ അവാർഡിൻ്റെ രണ്ടാമത് ജേതാവാണ് PK ബാലകൃഷ്ണൻ. 1978 ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ചെയ്ത നോവലിനാണ് രണ്ടാമത് വയലാർ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആയല്ലോ? ഒന്നാമത് വയലാർ പുരസ്കാര ജേതാവ് അല്ലെങ്കിൽ പ്രഥമ വയലാർ പുരസ്കാര ജേതാവ് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന നോവലിന്. അതുപോലെ രണ്ടാമത് വയലാർ പുരസ്കാര ജേതാവ് PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന് 1978. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചു, വള്ളത്തോൾ പുരസ്കാരം പഠിച്ചു, വയലാർ പുരസ്കാരവും പഠിച്ചു. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യം മുതൽ ഒന്നുകൂടി കേട്ട് ഈ ഭാഗങ്ങൾ ഉറപ്പിക്കുക. മറ്റൊരു സമയം ഇത് പഠിക്കാനായിട്ട് എടുക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ച് പോവാട്ടോ. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓടക്കുഴൽ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഏറ്റവും അവസാനമായിട്ട് 2024 54ാമത് പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷന് ഗോപ എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിന്. നമുക്കറിയാം ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നതെന്നല്ലേ. G ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഫെബ്രുവരി 2 ഈ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 1969 ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങിയത്. അതുപോലെ 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാര തുക എന്ന് പറയുന്നത്. ഓടക്കുഴൽ പുരസ്കാര ജേതാവ്, പ്രഥമ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അദ്ദേഹത്തിനെയാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതുപോലെ രണ്ടാമത് ജേതാവാണ് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് രണ്ടാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച പ്രഥമ വനിതയാണ് ലളിതാംബിക അന്തർജനം. 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചുല്ലോ, ലളിതാംബിക അന്തർജനത്തിന് 1977 അഗ്നിസാക്ഷിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചു, അല്ലേ? വയലാർ പുരസ്കാര പ്രഥമ ജേതാവാണ് ലളിതാംബിക അന്തർജനം. ഇതേ നോവലിന് തന്നെയാണ് അവർക്ക് വയലാർ പുരസ്കാരവും ലഭിച്ചത്. വർഷം 1977.
1977 തന്നെയാണ്. അപ്പോൾ 77 അവർക്ക് 2 അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വയലാർ അവാർഡും അതുപോലെ ഓടക്കുഴൽ പുരസ്കാരവും അഗ്നിസാക്ഷി എന്ന കൃതിക്ക് തന്നെയാണ് ലഭിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചു, റീസെൻ്റ് ആയിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2024 കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിനാണ് ഏറ്റവും അവസാനമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്ന ചെറുകഥയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2022 അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായുവിനും 2021 സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന നോവലിനും ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. ക്ലിയർ ആണല്ലോ ഈ ഫാക്റ്റ് എല്ലാം. അടുത്തത് ബഷീർ പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം. ബഷീർ പുരസ്കാരം 2024 ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ചത്. അത് 17ാമത് ബഷീർ പുരസ്കാരമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്ന ചെറുകഥയ്ക്ക് തന്നെയാണ് 2024 ബഷീർ പുരസ്കാരം ലഭിച്ചത്. 2023 ഈ സന്തോഷ് കുമാറിന് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്ക് ബഷീർ പുരസ്കാരം ലഭിച്ചു. 2022 M മുകുന്ദൻ്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് ബഷീർ പുരസ്കാരം ലഭിച്ചത്. ഓർത്തു വയ്ക്കുക, 2024 PN ഗോപികൃഷ്ണൻ, 2023 ഈ സന്തോഷ് കുമാർ, 2022 M മുകുന്ദൻ. അവരുടെ കൃതികൾ കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കൃതി തന്നിട്ട് ഇതാരാണ് എഴുതിയത് എന്ന രീതിയിലും ചോദ്യങ്ങൾ വരാം. ഇനി വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഓടക്കുഴൽ പുരസ്കാരവും അതുപോലെ ബഷീർ പുരസ്കാരവും ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ച എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരം, ഈ 5 പുരസ്കാരങ്ങളും ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്യുക, പഠിച്ചെടുക്കുക. അതിനുശേഷം അടുത്ത ഭാഗത്തേക്ക് വരിക. കാരണം ഇത് കൃതികളും എഴുത്തുകാരും ആകുമ്പോൾ തമ്മിൽ മാറിപ്പോവാതെ അത് പഠിച്ച് ഉറപ്പുവരുത്തി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇനി നോക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം എന്താണ്? ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏർപ്പെടുത്തിയത് 1961 അതുപോലെ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. 11 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. ഓക്കെ, 1961 ഏർപ്പെടുത്തിയത്. ആദ്യം നൽകിയത് 1965 G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത്. അല്ലെങ്കിൽ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് G ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ്. അതുപോലെ ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രഥമ വനിത ആരാണെന്ന് ചോദിക്കാം. അത് ആശാപൂർണ ദേവിയാണ്. ബംഗാളി എഴുത്തുകാരിയാണ്. 1976 അവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നമ്മൾ പറഞ്ഞു 1961 മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന്. അപ്പോൾ അന്ന് കൃതികൾക്കാണ് നൽകി തുടങ്ങിയത്. അങ്ങനെ 1982 മുതൽ അത് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകി തുടങ്ങിയതെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ 8th ഷെഡ്യൂളിൽ പറയുന്ന 22 ഭാഷകളിലെ രചനകൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇനി നമുക്ക് നോക്കാം. 2024 ഏറ്റവും അവസാനമായിട്ട് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരം, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് വിനോദ് കുമാർ ശുക്ല. ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല, ഛത്തീസ്ഗഡുകാരനാണ്. അതുപോലെ 12ാമത് ഹിന്ദി സാഹിത്യകാരനാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 12ാമത് ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. ഓർത്തു വയ്ക്കുക, വിനോദ് കുമാർ ശുക്ല ഹിന്ദി എഴുത്തുകാരനാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചത്. അതുപോലെ ഇദ്ദേഹത്തിന് 2013 വ്യാസ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡുകാരനാണ് ഇദ്ദേഹം. ഇനി 2023 2 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഉറുദു സാഹിത്യകാരനായ ഗുൽസാറിനും സംസ്കൃത സാഹിത്യകാരനായ റാം ഭദ്രാചാര്യയ്ക്കുമാണ് 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഗുൽസാർ ഉറുദു സാഹിത്യകാരൻ, റാം ഭദ്രാചാര്യ സംസ്കൃത സാഹിത്യകാരനാണ്. ഇനി 2022 ദാമോദർ മോസോ, കൊങ്കിണി എഴുത്തുകാരനാണ് ഇദ്ദേഹം. ദാമോദർ മോസോയ്ക്കാണ് 2022 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 2021 നീൽമണി ഭൂക്കൻ ആസാമീസ് എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിനുമാണ് ലഭിച്ചത്. ക്ലിയർ ആയല്ലോ? 2024 വിനോദ് കുമാർ ശുക്ല, 2023 2 പേർക്ക് ലഭിച്ചു. ഗുൽസാർ അതുപോലെ രാം ഭദ്രാചാര്യ. 2022 ദാമോദർ മോസോ, 2021 നീൽമണി ഭൂക്കൻ. ഇവർക്കാണ്
ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്കറിയാം ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ എന്ന് പറഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ആർക്കൊക്കെയാണ് മലയാളികളായിട്ടുള്ള ആർക്കൊക്കെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം. അതിന് ആദ്യമേ ഒരു കോഡ് പറയാം. കോഡ് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ലെറ്റേഴ്സാണ്. 6 മലയാളികൾക്ക് ലഭിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ GSTMOA ഇങ്ങനെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓർഡർ ഇതാണ്, GSTMOA. ഇതിൽ ജി എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. 1965 പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അല്ലേ. ആദ്യമൊക്കെ കൃതികൾക്കാണ് നൽകി തുടങ്ങിയത്. പിന്നീട് 1982 മുതലാണ് സമഗ്ര സംഭാവനയ്ക്ക് നൽകിയത്. 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അതിനുശേഷം 1980 SK പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1984 ആ സമയമായപ്പോഴേക്കും എന്തായി, സമഗ്ര സംഭാവനയാണ് 82 മുതൽ. അപ്പോൾ പിന്നെ നമ്മൾ കൃതികൾ പഠിക്കണ്ട. 84 തകഴി, 95 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പിന്, അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് 2019. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക കോഡ് GSTMOA. കിട്ടിയ ഓർഡറാണ് നമ്മൾ ഈ കോഡിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതം നമ്പൂതിരി എന്നീ 6 പേർക്കാണ് ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ് JCB പുരസ്കാരം. JCB പുരസ്കാരം എന്താണ്? JCB പുരസ്കാരം ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആയ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് JCB പുരസ്കാരം. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതോ ആയ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് JCB പുരസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ഈ JCB പുരസ്കാരം. 25 ലക്ഷം രൂപയാണ് JCB പുരസ്കാര തുക എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു, ജ്ഞാനപീഠം പഠിച്ചപ്പോൾ ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ജ്ഞാനപീഠ പുരസ്കാരമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ളത് JCB പുരസ്കാരത്തിനാണ്. 25 ലക്ഷം രൂപയാണ്. അതുപോലെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എഴുതുന്ന ഒരാളും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മറ്റൊരാളും ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കും 10 ലക്ഷം രൂപ സമ്മാനമായിട്ട് ലഭിക്കും. അങ്ങനെ 2018 മുതലാണ് JCB പുരസ്കാരം നൽകി തുടങ്ങിയത്. 2018 ഏറ്റവും ആദ്യം ലഭിച്ചത് ബെന്യാമിനാണ്. പ്രഥമ JCB പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് ജാസ്മിൻ ഡേയ്സ് എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഷഹനാസ് ഹബീബ് എന്ന വ്യക്തിയാണ്. ഷഹനാസ് ഹബീബ്. ക്ലിയർ ആയല്ലോ. ഇനി JCB പുരസ്കാരത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്കൊക്കെ ലഭിച്ചു എന്നൊക്കെ നോക്കാം. 2024 7ാമത് JCB പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജി. ഉപമന്യു ചാറ്റർജിക്കാണ് 2024 7ാമത് JCB പുരസ്കാരം ലഭിച്ചത്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. 2023 പെരുമാൾ മുരുകനാണ് JCB പുരസ്കാര ജേതാവ്. 2023 JCB പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ. അദ്ദേഹത്തിൻ്റെ ആളണ്ട പാച്ചി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇത് ഫയർ ബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജനനി കണ്ണനാണ്. ജനനി കണ്ണൻ ഫയർ ബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇനി 2022 ഖാലിദ് ജാവേദ് എന്ന ഉറുദു സാഹിത്യകാരനാണ് JCB പുരസ്കാരം ലഭിച്ചത്. ഇനി ഇതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. 2021 M മുകുന്ദൻ. M മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കും 2020 S ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്കുമാണ് JCB പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2024 23 ആണ്. 2024 ഉപമന്യു ചാറ്റർജിക്കാണ് കിട്ടിയത്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്ക്, 2023 പെരുമാൾ മുരുകൻ്റെ ആളണ്ട പാച്ചി എന്ന കൃതിക്കുമാണ് JCB പുരസ്കാരം ലഭിച്ചത്. സരസ്വതി സമ്മാൻ. അടുത്തത് സരസ്വതി സമ്മാനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഭരണഘടനയിലെ 8ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന 22 ഭാഷകളിൽ നിന്നുള്ള സാഹിത്യ കൃതികൾക്കാണെന്ന്. അതുപോലെ തന്നെയാണ് സരസ്വതി സമ്മാനും. സരസ്വതി സമ്മാൻ ലഭിക്കുന്നതും ഈ 8th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള 22 ഭാഷകളിൽ നിന്നുള്ള സാഹിത്യ കൃതികൾക്കാണ്.
1991 മുതലാണ് സരസ്വതി സമ്മാൻ നൽകി തുടങ്ങിയത്. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പോൾ സരസ്വതി സമ്മാൻ പ്രഥമ ജേതാവ് ഹരിവംശ റായ് ബച്ചനാണ്. ഹരിവംശ റായ് ബച്ചൻ. പ്രഥമ വനിതാ ജേതാവ് ബാലാമണി അമ്മയാണ്. നമ്മുടെ ബാലാമണി അമ്മയ്ക്ക് 1995 നിവേദ്യം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് മഹോപാധ്യായ സാധു ഭദ്രേശദാസ്. ചെറിയ പേരാണ് അല്ലേ? സാധു ഭദ്രേശദാസ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മഹോപാധ്യായ സാധു ഭദ്രേശദാസ് എന്ന വ്യക്തിക്കാണ് ലഭിച്ചത്. സാധു ഭദ്രേശദാസ് എന്ന് ഓർത്ത് വെക്കുക. സരസ്വതി സമ്മാൻ ലഭിച്ചത് 2024 34ാമത് സരസ്വതി സമ്മാനാണ്. സാധു ഭദ്രേശദാസനാണ് ലഭിച്ചത്. സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണിത് ലഭിച്ചത്. 2023 പ്രഭാവർമ്മയുടെ രൗദ്ര സ്വാത്വികം എന്ന കൃതിക്കും 2022 ശിവശങ്കരിയുടെ സൂര്യവംശം എന്ന കൃതിക്കും സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 2024 സാധു ഭദ്രേശദാസിനും 2023 പ്രഭാവർമ്മയ്ക്കും 2022 ശിവശങ്കരിക്കുമാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. നമുക്ക് സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ, സരസ്വതി സമ്മാൻ ലഭിച്ച പ്രഥമ വനിത ബാലാമണിയമ്മയാണ്. 1995 നിവേദ്യം എന്ന കൃതിക്കാണ് ലഭിച്ചതെന്ന് അല്ലേ. ബാലാമണിയമ്മയെ കൂടാതെ കെ അയ്യപ്പ പണിക്കർക്ക് 2005 സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. അയ്യപ്പ പണിക്കരുടെ തിരഞ്ഞെടുത്ത കൃതികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചത് 2005. സുഗതകുമാരി അമ്മയ്ക്കും 2012 സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. മണലെഴുത്ത് എന്ന കവിതയ്ക്ക് സുഗതകുമാരി അമ്മയ്ക്ക് 2012 സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് പഠിച്ചു 2023 പ്രഭാവർമ്മയ്ക്ക് രൗദ്ര സ്വാത്വികം എന്ന കൃതിക്കും സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സരസ്വതി സമ്മാൻ ലഭിച്ച 4 മലയാളികളാണ്. ബാലാമണി അമ്മ 1995 നിവേദ്യം, കെ അയ്യപ്പ പണിക്കർ 2005 അയ്യപ്പ പണിക്കരുടെ തിരഞ്ഞെടുത്ത കൃതികൾ, സുഗതകുമാരി 2012 മണലെഴുത്ത്, പ്രഭാവർമ്മ 2023 രൗദ്ര സ്വാത്വികം. ഓക്കെ, അപ്പോൾ ഈ സരസ്വതി സമ്മാനോടൊപ്പം നമുക്ക് ചേർത്ത് വ്യാസ സമ്മാനും മൂർത്തിദേവി പുരസ്കാരവും കൂടി പഠിക്കണം. അപ്പോൾ വ്യാസ സമ്മാൻ 2024 ലഭിച്ചത് 34ാമത് പുരസ്കാരമായിരുന്നു സൂര്യബാലയ്ക്കാണ്. സൂര്യബാല. ഇനി 2023 പുഷ്പഭാരതി എന്ന വ്യക്തിക്കും 2022 ഗ്യാൻ ചതുർവേദിക്കുമാണ് ലഭിച്ചത്. ഈ പേരുകളൊന്നും നമുക്ക് ഒട്ടും പരിചയമല്ല, കാരണം ഈ വ്യാസ സമ്മാൻ കൊടുക്കുന്നത് ഹിന്ദി ഭാഷകളിലെ രചനകൾക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും ഈ പേരുകൾ തീരെ പരിചയമില്ലാത്തത്. 2024 സൂര്യബാലയ്ക്കും 2023 പുഷ്പഭാരതിക്കും 2022 ഗ്യാൻ ചതുർവേദിക്കുമാണ് വ്യാസ സമ്മാൻ നൽകിയത്. ഹിന്ദി ഭാഷകളിലെ രചനകൾക്കാണ് വ്യാസ സമ്മാൻ നൽകുന്നത്. 1991 മുതലാണ് ഈ വ്യാസ സമ്മാൻ നൽകി തുടങ്ങിയത്. 4 ലക്ഷം രൂപയാണ് വ്യാസ സമ്മാനത്തുക എന്ന് പറയുന്നത്. അടുത്തത് മൂർത്തിദേവി പുരസ്കാരമാണ്. മൂർത്തിദേവി പുരസ്കാരം നമ്മൾ സരസ്വതി സമ്മാൻ പഠിച്ചതുപോലെ, ജ്ഞാനപീഠ പുരസ്കാരം പഠിച്ചതുപോലെ ഭരണഘടനയിലെ 8th ഷെഡ്യൂളിൽ പറയുന്ന 22 ഭാഷകളിലെ സാഹിത്യ കൃതികൾക്കാണ് മൂർത്തിദേവി പുരസ്കാരം നൽകുന്നത്. ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് തന്നെയാണ് മൂർത്തിദേവി പുരസ്കാരവും നൽകുന്നത്. 4 ലക്ഷം രൂപയാണ് മൂർത്തിദേവി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. മൂർത്തിദേവി പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവ് നാഗരാജ റാവു ആണ്. നാഗരാജ റാവു. ഇപ്പോൾ പ്രഥമ വനിതാ ജേതാവാണെങ്കിൽ പ്രതിഭാ റായി ആണ്. പ്രതിഭാ റായ് 1991 ഇവർക്ക് മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത്. ഇനി ഈ മൂർത്തിദേവി പുരസ്കാരം ഏറ്റവും അവസാനം നൽകിയത് 2019 വിശ്വനാഥ് പ്രസാദ് തിവാരിക്കാണ് 2019 ഏറ്റവും അവസാനമായിട്ട് മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത്. 2017 ലഭിച്ചത് ജയ് ഗോസ്വാമി എന്ന വ്യക്തിക്കുമാണ്. അതുപോലെ 2016 MP വീരേന്ദ്രകുമാർ, മലയാളിയാണ് MP വീരേന്ദ്രകുമാർ. അതുപോലെ ഈ മൂർത്തിദേവി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2009 അദ്ദേഹത്തിന് മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത്. അങ്ങനെ 2 മലയാളികൾക്കാണ് ഇതുവരെ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2009 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും 2016 MP വീരേന്ദ്രകുമാറിനും. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്ത നമുക്ക് പത്മപ്രഭ പുരസ്കാരം നോക്കാം.
പത്മപ്രഭ പുരസ്കാരം 2025 ലഭിച്ചത് 26ാമത് പത്മപ്രഭ പുരസ്കാരമാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ, കവിയാണ് ഇദ്ദേഹം. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 റഫീഖ് അഹമ്മദ് നമ്മൾ സാഹിത്യത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത് ആശാന്റെ കൃതിയാണെന്ന് പഠിച്ചപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്നൊരു കൃതി ഉണ്ടെന്ന്. ആ കൃതി എഴുതിയത് ഈ റഫീഖ് അഹമ്മദാണ്. 2024 അദ്ദേഹത്തിന് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ഇനി 2023 സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. നമ്മുടെ സമുദ്രശില എന്ന കൃതി എഴുതിയത് ഇദ്ദേഹമാണ്. ഇതൊരു റീസെൻ്റ് ആയിട്ടുള്ള PYQ ആണ്. സമുദ്രശില ആരുടെ കൃതിയാണെന്ന്, സുഭാഷ് ചന്ദ്രൻ്റെ കൃതിയാണ്. 2023 ഇദ്ദേഹത്തിന് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ കൃതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് പറഞ്ഞത്, ഈ കൃതികൾക്ക് ലഭിച്ചു എന്നല്ല പറഞ്ഞത്, ക്ലിയർ ആക്കി വെക്കുക. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ, 2024 റഫീഖ് അഹമ്മദ്, 2023 സുഭാഷ് ചന്ദ്രൻ എന്നിവർക്കാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഈ പത്മപ്രഭ പുരസ്കാരം നൽകി തുടങ്ങിയത് 1996 മുതലാണ്. 75,000 രൂപയാണ് പത്മപ്രഭ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. പ്രഥമ ജേതാവ് ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് പത്മപ്രഭ പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവ്. രണ്ടാമത് ഈ പുരസ്കാരം കരസ്ഥമാക്കിയത് പൊൻകുന്നം വർക്കി. നമ്മൾ പറഞ്ഞു മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച MP വീരേന്ദ്രകുമാർ എന്ന്. ഈ MP വീരേന്ദ്രകുമാറിൻ്റെ അച്ഛനാണ് MK പത്മപ്രഭ ഗൗഡ. ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡ. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് ഈ പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത്. MT വാസുദേവൻ നായർക്ക് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചു. ഏതാണ് വർഷം? 2016 2016 MT വാസുദേവൻ നായർക്ക് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ഓർത്തു വയ്ക്കണം. ഇനി നമുക്ക് ഹരിവരാസന പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം. 2012 മുതലാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചു തുടങ്ങിയത്. നമ്മുടെ കേരള ഗവൺമെൻറ്റും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന ഒരു പുരസ്കാരമാണിത്. 1,00,000 രൂപയാണ് ഹരിവരാസന പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ലഭിച്ചത് അല്ലെങ്കിൽ പ്രഥമ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? KJ യേശുദാസ്. ഗാനഗന്ധർവൻ KJ യേശുദാസ് ആണ് പ്രഥമ ഹരിവരാസന പുരസ്കാര ജേതാവ്. അതുപോലെ ഈ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത KS ചിത്രയാണ്. 2012 നമ്മൾ പറഞ്ഞല്ലോ 1,00,000 രൂപയാണ് ഇതിൻ്റെ സമ്മാന തുക എന്ന്. ഇനി ഇത് ആർക്കൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് ലഭിച്ചത്? 2025 14ാമത് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2024 PK വീരമണിദാസനാണ് 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 2023 ശ്രീകുമാരൻ തമ്പിക്കും 2022 ആലപ്പി രംഗനാഥിനും ഹരിവരാസന പുരസ്കാരം ലഭിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഇടയ്ക്ക് എടുത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഹരിവരാസന പുരസ്കാരം. ഇനി അടുത്തത് ONV സാഹിത്യ പുരസ്കാരമാണ്. ONV സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 3,00,000 രൂപയാണ്. 2017 മുതലാണ് ONV സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയത്. പ്രഥമ ജേതാവ് സുഗതകുമാരിയാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2025 9ാമത് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് N പ്രഭാവർമ്മയ്ക്കാണ്. N പ്രഭാവർമ്മ. 2024 പ്രതിഭ റായ് ഒഡിയ സാഹിത്യകാരിയാണ്. നമ്മൾ പറഞ്ഞല്ലോ 2011 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിരുന്നു എന്ന്. അപ്പോൾ അവർക്കാണ് 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. 2025 N പ്രഭാവർമ്മ. അപ്പോൾ 2023 കൂടി നോക്കാം. C രാധാകൃഷ്ണൻ 2023 അതുപോലെ 2022 T പത്മനാഭനുമാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നോക്കുക, ONV സാഹിത്യ പുരസ്കാരമാണ്. ഈ പേരിൽ ഇതിനോട് സാമ്യമുള്ള പേരിൽ വേറെയും പുരസ്കാരങ്ങളുണ്ട്. ഇത് ONV സാഹിത്യ പുരസ്കാരമാണ്, ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് തകഴി പുരസ്കാരമാണ്. 2014 മുതലാണ് തകഴി പുരസ്കാരം നൽകി തുടങ്ങിയത്. 50,000 രൂപയാണ് ഇതിൻ്റെ സമ്മാന തുക. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2025 KP സുധീരയ്ക്കാണ് തകഴി പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 2024 MK സാനുവിന്. 2025 10ാമത് തകഴി പുരസ്കാരം ലഭിച്ചത് KP സുധീര. 2024 MK സാനുവിനും 2023 M മുകുന്ദനും 2022 M ലീലാവതിക്കുമാണ് തകഴി പുരസ്കാരം ലഭിച്ചത്.
ചെറുകാട് പുരസ്കാരം ഏറ്റവും ഒടുവിലായി ലഭിച്ചത് 2024 നമ്മുടെ ഫിലിം സ്റ്റാർ ഇന്ദ്രൻസിനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസ് എന്ന കൃതിക്കാണ് ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. 2023 വിനോദ് കൃഷ്ണയുടെ 9mm ബരേറ്റ എന്ന കൃതിക്കാണ് ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. നോട്ട് ചെയ്ത് വയ്ക്കുക, 9mm ബരേറ്റ, വിനോദ് കൃഷ്ണ 2023. 2023 ചെറുകാട് പുരസ്കാരം വിനോദ് കൃഷ്ണയ്ക്ക് 9mm ബരേറ്റ എന്ന കൃതിക്കും ഏറ്റവും ഒടുവിലായി 2024 ഇന്ദ്രൻസിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനുമാണ് ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്തത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റവും റീസെൻ്റായി ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്ക് 2025. അതുപോലെ 2024 റഫീഖ് അഹമ്മദിനുമാണ്. 2025 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി, 2024 റഫീഖ് അഹമ്മദ്. അടുത്തത് മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരമാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം 2025 ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിൻ്റെ അല്ലോഹലൻ എന്ന നോവലിനാണ് 2025 അംബികാസുധൻ മങ്ങാടിന് മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. 2024 ഈ പുരസ്കാരം ലഭിച്ചത് MV ജനാർദ്ദനൻ്റെ പെരുമലയൻ എന്ന കൃതിക്ക്. നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലോഹലൻ എന്ന നോവല് അംബികാസുധൻ മങ്ങാടിൻ്റെയും പെരുമലയൻ എന്ന കൃതി MV ജനാർദ്ദനൻ്റെയുമാണ്. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാട്. ഇനി മറ്റൊരു പുരസ്കാരമാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ്. അത് ഏറ്റവും ഒടുവിലായി ലഭിച്ചത് 2023 സാറാ ജോസഫിൻ്റെ എസ്തേർ എന്ന കൃതിക്കാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. 2022 ബെന്യാമിന് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്കും 2021 സജിൻ ശ്രീധരൻ്റെ വാസവദത്ത എന്ന കൃതിക്കുമാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, 2023 സാറാ ജോസഫ് എസ്തേർ, 2022 ബെന്യാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ, 2021 സജിൽ ശ്രീധർ വാസവദത്ത. ഏറ്റവും പ്രധാനപ്പെട്ടതും PSC ചോദിക്കുന്നതുമായിട്ടുള്ള കുറേയേറെ അവാർഡുകളും അവാർഡിന് അർഹരായ എഴുത്തുകാരും അവരുടെ കൃതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. നന്നായിട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ് 2-3 തവണ ഡബിൾ എക്സ് സ്പീഡിലിട്ട് കേട്ട് പഠിച്ചാൽ നന്നായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് അടക്കമുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്സും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.